ഞങ്ങളുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല സൂപ്പർ ഒരു മത്തി പീര പറ്റിക്കുന്ന വീഡിയോ ആയിട്ടാണ് അല്ലേ ബിനുസേ? അപ്പൊ ഞങ്ങൾക്ക് നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട്. മത്തിയെല്ലാം ഞങ്ങൾ വെട്ടി കേട്ടോ, നല്ല വെട്ടി കഴുകി എടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ വെട്ടി വൃത്തിയാക്കിയ നമ്മുടെ മത്തി, കണ്ടോ? അപ്പം ഈ മത്തിയാണ് ഞങ്ങള് പറ്റിക്കാൻ അല്ലേ? അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമ്മുടെ മത്തി പറ്റിക്കുന്ന വീഡിയോയിലേക്ക് ഇങ്ങോട്ട് പോയാലോ പോലെ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ മത്തി പീര വെക്കുന്ന വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മീൻ പീര വറ്റിക്കാനുള്ള പാത്രം നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രം നമ്മൾ വെച്ചു കൊടുത്തിട്ട് ആ പാത്രത്തിനകത്തോട്ട് നമ്മൾ അതിനാവശ്യമുള്ള തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇഞ്ചിയും നമ്മുടെ കുറച്ച് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൂടെ തന്നെ നമ്മൾ കുറച്ച് സവോള നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറുള്ളിയാണ് ആവശ്യമെങ്കിൽ ചെറുള്ളി ഇടാം. ചെറുള്ളിക്കും സവോളയ്ക്കും രണ്ട് വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ സവോളയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഒന്നാന്തരമായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കൂടെ നല്ല ഒന്നാന്തരമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഞെരടി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പം നമ്മുടെ കൂട്ടെല്ലാം നല്ല ഒന്നാന്തരമായിട്ട് നമ്മൾ ഞെരടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല ഒന്നാന്തരമായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത നമ്മുടെ ഈ കൂട്ടിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പീര വറ്റിക്കാൻ ഏറ്റവും നല്ലത് മത്തിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നെത്തോലി, കൊഴുവ എന്നൊക്കെ പറയുന്ന നമ്മുടെ ചെറിയ പൊടിമീൻ, അതുപോലെ ചെറിയ ചെറിയ പൊടിമീനുകളൊക്കെയാണ് പീര വറ്റിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ കൂട്ട് നല്ല ഒന്നാന്തരമായിട്ട് മീനിനകത്തെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മീൻ ഉടഞ്ഞു പോകാതെ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനും ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഇത് വേകുവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊടംപുളി നമ്മൾ ചെറുതായിട്ട് കീറിയ നമ്മുടെ കൊടംപുളി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5-6 കഷ്ണം കൊടംപുളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൂട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി നമ്മുടെ കൊടംപുളിയൊക്കെ ആ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകത്തക്ക രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ കത്തിച്ചു കൊടുത്തിട്ട് നമ്മുടെ മീനൊന്ന് അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വെന്ത് വരണം നമുക്ക്. അപ്പം നമ്മുടെ മീൻ വറ്റിച്ചത് നല്ല ഒന്നാന്തരമായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് കണ്ടോ, നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളമൊക്കെ ഇത് പറ്റി ഇതായി ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ നമ്മുടെ തീ നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തീ നമ്മൾ കുറച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഈ ചെറിയ തീയിലിരുന്നിട്ട് നമുക്ക് ഒന്ന് നല്ലോണം പറ്റി വരണം നമുക്ക്. അപ്പോൾ തീ കുറച്ച് വെച്ച് നമ്മൾ കുറച്ചേറെ നേരം നമ്മുടെ മീൻ പറ്റാനായിട്ട് വെച്ചു. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ മീൻ നല്ല ഒന്നാന്തരമായിട്ട് പറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമെല്ലാം പോയിട്ട് മീൻ നല്ല ഒന്നാന്തരമായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുകെ നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമുക്ക് ഇതിനകത്ത് വെള്ളമെല്ലാം നല്ലോണം പറ്റിയൊന്ന്. കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളമില്ലാതെ നമ്മുടെ മീൻ നല്ല ഒന്നാന്തരമായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ മീൻ പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ നമ്മളിതാ ഒരു പ്ലേറ്റിലൊക്കെ ആക്കി ഒരു ഫുള്ള് പ്ലേറ്റ് നിറച്ച് മീൻ പറ്റിച്ചത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലേ മനസ്സേ? നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോയത്? ടേസ്റ്റ് ചെയ്യാൻ പോകും അല്ലേ?
അപ്പം നമ്മളിത് കൂട്ടിയിട്ട് നല്ല ഫുള്ള് ചോറ് അങ്ങോട്ട് കഴിക്കാം അല്ലേ കൂട്ടൂസേ? അപ്പം നല്ല അടിപൊളിയായിട്ട് ചൂട് ചോറും നമ്മുടെ മീൻ പറ്റിച്ചതും കേട്ടോ. അപ്പം നമുക്ക് മത്തി പറ്റിച്ചത്. മത്തി നല്ല സൂപ്പറാണ്, പറ്റിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മത്തി പറ്റിച്ചത്. അപ്പം നമ്മുടെ മത്തി കണ്ടോ, അതെ ഇത്രയും മത്തി പറ്റിച്ചിട്ട് ഇത്രയും മത്തി കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കുകയാണേ. അടിപൊളി ടേസ്റ്റ്. ഒത്തിരി നാളൂടെ മത്തി പീര വെച്ച് കഴിക്കുന്നത്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇന്നാ കഴിക്കുന്നത്, ഞങ്ങൾ ഇന്നാ കഴിക്കുന്നത്. കുടംപുളിയാണല്ലേ, സൂപ്പർ. പിന്നെ ഇഷ്ടപ്പെട്ടോളി? അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മത്തി പറ്റിച്ചത് കേട്ടോ. മത്തി എന്നല്ല, മീൻ പറ്റിച്ചത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെറും മീൻ പറ്റിച്ചത് ചോറിൻ്റെ കൂടെ കഴിക്കാണ് അടിപൊളിയാണ്. അടിപൊളിയായി, സൂപ്പർ. മത്തിപ്പീര മാത്രമാവും കൂട്ടാൻ, വേറൊന്നും വെച്ചിട്ടില്ല. വേറെ കൂട്ടാനൊന്നുമില്ല, മത്തിപ്പീര ചോറും. അപ്പൊ എന്താണെങ്കിൽ നമ്മുടെ മത്തിപ്പീരയുടെ ഈ വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അല്ലേ അല്ലേ കൂട്ടുകാരെ? അപ്പൊ എന്താണെങ്കിലും നിങ്ങളെല്ലാവരും ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് കഴിച്ചു നോക്കുക, സൂപ്പർ ആയിരിക്കും കേട്ടോ. മലയാളികൾ ചെയ്തിട്ടില്ലാത്തവർ കാണും, വളരെ ചുരുക്കമാണെന്നറിയാം. എന്നാലും ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണെങ്കിലും തൽക്കാലം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചോറിനകത്ത് ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക യൂട്യൂസ്. അപ്പോൾ എന്താണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ പോലും മിസ്സാകാതെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.